ഫ്രണ്ട്സ്, നമ്മുടെ ISROയുടെ അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ISROയുടെ തന്നെ ഒരു റിസർച്ച് യൂണിറ്റ് ആയിട്ടുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. നമ്മുടെ ബാംഗ്ലൂരിലും തിരുവനന്തപുരമാണത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരമൊക്കെ എന്താണ് പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് ഇതിലേക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണാൻ പറ്റും. ഒന്ന്, നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇതാ വീഡിയോസ് എന്നുള്ള സെലക്ട് ചെയ്ത് ഒരാഴ്ച മുൻപാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത്. തമ്പനിയിൽ നോക്കിയാൽ മതി ISRO റിക്രൂട്ട്മെൻറ്റ് ഇതാണ്. ഓക്കെ, ISRO റിക്രൂട്ട്മെൻറ്റ് 2024 കൂടെ കാണാം. ടെക്നീഷ്യൻ ബി ടെക്, അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, കുക്ക്, ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഫ്രഷറിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ കേരളത്തിൽ വേക്കൻസി ഉണ്ട്, തിരുവനന്തപുരം വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ്, പിന്നെ ബാംഗ്ലൂരിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ A to Z കാര്യങ്ങൾ, അതായത് ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കായിരിക്കും നമ്മുടെ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴോട്ട് സ്ക്രോൾ ചെയ്ത് തരാം. ജസ്റ്റ് നിങ്ങൾ താഴോട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനലിൽ കണ്ട ആ വീഡിയോ ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എളുപ്പത്തിന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ എലിജിബിലിറ്റി, ഏജ് ലിമിറ്റ്, അതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ് തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം എന്തെങ്കിലും എററൊക്കെ വന്നു പോയാൽ നമുക്കത് തിരുത്താൻ പറ്റില്ല. അത് പെർമനൻ്റ് ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്തായിരിക്കും നമ്മൾ ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വരിക. അത് മാത്രമല്ല, നിങ്ങൾ ഈ വീഡിയോ ഒന്നും കാണാതെ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ആണല്ലോ ഞാൻ പറയുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ളൂ, അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയില്ല. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് ചോദിക്കരുത് എന്താണ് ഏജ് ലിമിറ്റ്, സാലറി എത്രയാണ്, സെലക്ഷൻ എങ്ങനെയാണെന്ന് ചോദിക്കരുത്. അതൊക്കെ ഞാനിതായി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ളത് കാണുക എന്നുള്ളത് ഒരു വിനീതമായ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം പലരും വീഡിയോ ഒന്നും കാണാതെ വെറുതെ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചോദിക്കുകയാണ്. അപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള കമൻറ്റുകൾക്ക് മാത്രമേ ഇനി അങ്ങോട്ട് നമ്മൾ ആൻസർ കൊടുക്കുകയുള്ളൂ. മാക്സിമം മറ്റുള്ളതൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ അത് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ കുറേ കമൻറ്റുകളുടെ എണ്ണം കൂടും. എനിക്കത് ഡീൽ ചെയ്യാൻ പറ്റില്ല. റിലവൻ്റ് ആയിട്ടുള്ളപ്പോൾ അതൊന്ന് കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ആ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് റെലവൻ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ വീഡിയോ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, വിശദമായുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് സീക്ക് ചെയ്ത് നിങ്ങൾക്ക് എവിടെ നിന്നാണോ നിങ്ങൾക്ക് ആവശ്യമിച്ച് അതിനനുസരിച്ച് നിങ്ങൾക്ക് കണ്ടെന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ്. അപ്പോൾ ആ വീഡിയോകൾ നിങ്ങൾ ഓരോന്ന് നോട്ടിഫിക്കേഷൻ വീഡിയോ ആണെങ്കിൽ അത് മുഴുവനായിട്ടും കാണുക കേട്ടോ. ഇതാണ് നോട്ടിഫിക്കേഷൻ വീഡിയോ. വാച്ച് ഓൺ യൂട്യൂബ് എന്ന് കൊടുത്താൽ കാണാം, നമ്മുടെ ചാനലിൽ കയറി കാണാം, ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ ലിങ്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 27/8 മുതൽ നിങ്ങൾക്ക് 10/9/2024 വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. ഓക്കെ, നിങ്ങൾക്ക് August 27 മുതൽ നിങ്ങൾക്ക് കാണാം September 10 വരെയാണ് ഇതിലേക്ക് 10/9/2024 വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന വാക്കൻസികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അവിടെ തിരുവനന്തപുരം അതുപോലെ തന്നെ ബാംഗ്ലൂരിലാണ് നമുക്ക് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വിളിച്ചിരിക്കുന്ന വാക്കൻസി ഇവിടെ കാണാൻ നിങ്ങൾക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ടെക്നീഷ്യൻ ബി, ദെൻ ഹെവി വെഹിക്കിൾ ഡ്രൈവർ, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ, കുക്ക് തുടങ്ങിയിട്ടുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന വേണ്ടി ലിങ്ക് തരുമല്ലോ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിലേക്ക് വരും. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ ആവുന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ISROയുടെ ഈ പറയുന്ന ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒഫീഷ്യൽ പേപ്പറും അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ കീയും നമ്മൾ ഇതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചേർന്ന് കൊടുത്താൽ ഡൗൺലോഡ് ചെയ്യാം. ഒരു ചെറിയ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ പഠനത്തിനെ നിങ്ങളെ സഹായിക്കുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങുക. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു അപേക്ഷ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സെലക്ഷൻ മെത്തേഡുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നങ്ങളുണ്ടാകും. എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അതിൻ്റെ സ്കീം എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള വ്യക്തമായൊരു ധാരണ നമുക്ക് ഈ PYQയിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് PYQ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ മാത്രമാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നമ്മൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള റിക്രൂട്ട്മെൻറ്റിലൊക്കെ നമുക്ക് കഴിച്ചിലാവുള്ളൂ കേട്ടോ. വെറുതെ നമുക്ക് ആരും ജോലി എടുത്ത് വെക്കില്ല. ജസ്റ്റ് PYQs മാത്രം പോയി ഇരുന്ന് പഠിച്ചുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക് ഏരിയ ആണ്, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വളരെ ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ അധികവും PYQs ആണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇനി കുറച്ചുകൂടെ ഫ്യൂച്ചറിൽ നമ്മൾ നല്ല മെറ്റീരിയൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കോമൺ ആയിട്ട് വരുന്ന എക്സാമുകൾക്കുള്ള നല്ലൊരു മെറ്റീരിയൽ നമ്മൾ ഒരുപാട് ടോപ്പിക്കൊക്കെ കവർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഫ്യൂച്ചറിൽ നമ്മളത് എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റും. അതായത് നമ്മൾ മറ്റ് പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ അത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെറിയൊരു എമൗണ്ടിനാണ് അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനൽ
ചാനൽ വഴി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഏതൊരു വീഡിയോയിൽ തുടക്കം മുഴുവനായിട്ട് കാണണമെന്ന് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ കാണാം. നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്ലിക്ക് ചെയ്യാറുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനത് ഓപ്പൺ ആക്കിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പേജ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് പോർട്ടലാണ്. നിങ്ങൾക്കിവിടെ കാണാം LPSC തിരുവനന്തപുരം കേരളം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരാം. താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി അതിന് മുൻപ് നമ്മുടെ ചാനൽ 70K കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ടുണ്ട്. നമുക്ക് 100Kയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും തോന്നുന്നു കേട്ടോ. 70K ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നല്ല സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. എങ്കിലും ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലിന് നല്ല രീതിയിലേക്ക്. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു അംഗീകാരമാണ് കേട്ടോ ഈ സബ്സ്ക്രൈബറുടെ കൗണ്ട് എന്നൊക്കെ പറയുന്നത്. നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാനിതിലേക്ക് ഓരോ പോസ്റ്റ് വൈസ് ഓരോന്ന് നിങ്ങൾക്ക് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതാണ് പോസ്റ്റ് നമ്പർ 773 724. ഇതാണ് പോസ്റ്റ് നമ്പർ കേട്ടോ. അപ്പോൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലാണ്. ഇതിൻ്റെ വേക്കൻസി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പാരാമെട്രിക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറയുന്ന വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. വീണ്ടും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ സീക്ക് ചെയ്ത് കാണാം കേട്ടോ. ഞാൻ ഇത് ഇങ്ങനെ കുറിച്ച് കാണാതെ വെറുതെ വന്ന് കാണുന്നവരുണ്ട്, അവരെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇവിടെ ഞങ്ങൾക്ക് ഇത് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ഉണ്ട്. അതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിൽ തന്നെ ലിങ്കുകൾ ഉണ്ട് കേട്ടോ. സെപ്പറേറ്റ് ഞാനിവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടനാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഞാനത് ഓപ്പൺ ആക്കട്ടെ. ന്യൂ ടാബിൽ ഓപ്പൺ ആവില്ല, അങ്ങനെ തന്നെ ഓപ്പൺ ആക്കി തരാം. ഓക്കെ, അങ്ങനെ ഓപ്പൺ ആക്കി തരുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്കൂടെ കാണാം. നമ്മുടെ പോസ്റ്റ് നമ്പർ നമ്മൾ എടുത്ത് ശരിയാണോ നോക്കുക. 773 പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് മെക്കാനിക്കലാണ് കേട്ടോ. ഇവിടെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് വെച്ചാൽ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പേസ് ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഒന്നിലധികം സ്പേസ് ഒന്നും ഇടാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മെയിൽ ഓർ ഫീമെയിൽ ഏതാ വെച്ചാൽ സെലക്ട് ചെയ്യാം. മാരീഡ് ആണോ അൺമാരീഡ് ആണോ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ മെയിൽ ID എന്താ വെച്ചാൽ നിങ്ങളത് അടിച്ചു കൊടുക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേര് എന്താ വെച്ചാൽ അത് കൊടുക്കാം. ഓക്കെ, അതിന് റിലേഷൻഷിപ്പ് ഫാദർ ഓർ മദർ ആരടിച്ചാൽ അത് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇപ്പം മാരീഡ് ആയുള്ള വിമൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ ഹസ്ബൻഡിൻ്റെ പേര് ഇവിടെ ഇട്ട് കൊടുക്കാം. ഹസ്ബൻഡിൻ്റെ പേര് ഇവിടെ ഇട്ട് കൊടുക്കാം. അത് റിലേഷൻ ഇവിടെ ഹസ്ബൻഡ് എന്ന് എഴുതാവുന്നതാണ്. അങ്ങനെ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കാം കേട്ടോ. നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് കൊടുക്കാം. ദെൻ ആധാർ കാർഡ് ഓപ്ഷനിലാണ്, നിർബന്ധം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ആധാർ കാർഡിൻ്റെ ഫുള്ള് നമ്പറും കൊടുക്കേണ്ട, ലാസ്റ്റ് 4 ഡിജിറ്റ് കൊടുത്താൽ മതി. ഇതിനടുത്തത് കാറ്റഗറി ജനറൽ, SC/ST OBC ഇത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് കാറ്റഗറി വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജനറലാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ യെസ് എന്ന് കൊടുക്കുക. PWD എന്ന് പറഞ്ഞാൽ ശാരീരികമായ പ്രശ്നങ്ങളില്ല, നമ്മളിവിടെ നോ കൊടുത്താൽ മതി. അപ്പോൾ അവർ യെസ് എന്ന് കൊടുത്താൽ അവരിതാ നാച്ചർ ഓഫ് ഡിസബിലിറ്റി എന്താണ് ശാരീരിക പ്രശ്നം, എന്താണ് ഈ പറയുന്ന ബ്ലൈൻഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് അവിടെ സെലക്ട് ചെയ്യുക. പിന്നെ എത്ര പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി ഉണ്ട് വെച്ചാൽ ഈ കോളത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ നോ കൊടുത്തോണ്ട് അതൊന്നും ഫില്ല് ചെയ്യേണ്ട. പിന്നെ അടുത്ത എക്സ് സർവീസ്മാൻ ഫില്ല് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ നോ കൊടുക്കുക ആണെങ്കിൽ യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവരുടെ സർവീസ് പീരീഡും കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കണം. അതുപോലെ തന്നെ അടുത്ത നമ്മളോട് ചോദിക്കുന്നത് കറൻറ്റ്ലി എംപ്ലോയിഡ് ആണെന്നാണ്. ഇപ്പോൾ നിലവിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. യെസ് കൊടുത്താൽ നമ്മൾ ഏത് സെക്ടറിലാണ്, ഇനി ഇതിലും പെടാത്ത സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ പെടാത്താണെങ്കിൽ നിങ്ങൾക്ക് നൺ ഓഫ് ദ എബോവ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഏതാണെന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇവിടെ കറൻറ്റ്ലി എംപ്ലോയിഡ് എന്നുള്ള യെസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏത് ഓർഗനൈസേഷനിലാണ്, ആ ഓർഗനൈസേഷൻ്റെ പേര്, അതോടൊപ്പം തന്നെ അവരുടെ ഡെസിഗ്നേഷൻ, അവരുടെ ജോലി, പോസ്റ്റ് നെയിം എന്താണെന്നൊക്കെ അത് കൊടുക്കണം കേട്ടോ. അങ്ങനെയുള്ളവർ അതിൻ്റെ സർവീസ് പീരീഡും കൊടുക്കണം, അത് എത്ര എന്നുള്ളത്, മന്ത്, ഡേ, ഇയറൊക്കെ കൊടുക്കണം കേട്ടോ. അതോടൊപ്പം നമ്മളോട് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതേ അഡ്വർടൈസ്മെൻറ്റിൽ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒന്നുപാടെ ഓപ്പൺ ആയി കാണിച്ചു തരാം. ഇതേ അഡ്വർടൈസ്മെൻറ്റിൽ നമുക്ക് കാണാം വിവിധ പോസ്റ്റുകളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഒന്നിലധികം പോസ്റ്റിലേക്ക്, ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 773 അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യുന്നത് 773 എന്ന് പറയുന്ന പോസ്റ്റ് കോഡാണ്. ഞാൻ ഓൾറെഡി എന്താണ് ഈ പറയുന്ന ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 782 ഈ പറയുന്ന പോസ്റ്റിലേക്ക് 782 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓൾറെഡി അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിതാ ഇവിടെ എന്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ ഈ സെയിം അഡ്വർടൈസ്മെൻറ്റിന് വേറെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മൾ യെസ് കൊടുക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ പോസ്റ്റ് കോഡ് നോക്കാം, 782 അപ്പോൾ ഞാനിവിടെ അടിച്ചു കൊടുക്കാം, 782 എന്നിവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിലേക്കാണ്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക, കോമ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ 783 കൊടുത്തിട്ടുണ്ടെങ്കിൽ 783 എന്ന് കൊടുക്കുക, എത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം,
നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്ലൈ ചെയ്യാനുള്ളതല്ല ഇവിടെ പറയുന്നത്, അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മൾ ഇപ്പം ചെയ്യുന്നത്, ഞാനിപ്പം ഈ പറയുന്ന 773 ഞാൻ അപ്ലൈ ചെയ്യാണ്. അതിന് മുൻപ് ഞാൻ 2 എണ്ണം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 എണ്ണം ഈ രീതിയിലാണ് കൊടുക്കേണ്ടത്. ഇനി 1 ആണ് അപ്ലൈ ചെയ്തെങ്കിൽ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നോ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നോ ആണ് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇവിടെ നോ കൊടുക്കുക. നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല, അതായത് ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റിലേക്ക് ആദ്യമായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ നോ ആണ് കൊടുക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ വേറൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിൽ ഏതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ നേരെയുള്ള അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും എന്ത് ചെയ്യണം, ഇവിടെ മുൻപ് അപ്ലൈ ചെയ്ത പോസ്റ്റിൻ്റെ യെസ് എന്ന് കൊടുത്തിട്ട് ആ പോസ്റ്റിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സൺ ആണോ എന്നാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഇതിനടുത്ത് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ അപ്ലിക്കൻറ്റ് ഫോട്ടോ ആണ്. അപ്പോൾ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഫയൽ നെയിം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ ആൽഫബറ്റ്സോ അല്ലെങ്കിൽ നമ്പേഴ്സോ ആയിരിക്കണം, അല്ലാതെ സ്പെഷ്യൽ ക്യാരക്ടർ ഒന്നും വന്ന് പെടാൻ പാടില്ല. അപ്പോൾ ഞാൻ ആദ്യം അതൊന്ന് സെറ്റാക്കണം, ഫയൽ നെയിം ഒന്ന് സെറ്റാക്കണം. നമ്മൾ ഫയൽ നെയിം, ഓക്കെ, ഫയൽ നെയിം ഇപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോ എൻ്റെ അടുത്ത് ഉണ്ടോ നോക്കട്ടെ ഞാൻ. യെസ്, IMG ഉണ്ട്, അപ്പോൾ അത് വെച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടറൊക്കെ വന്നാൽ, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കാണാം IMG എന്നാണ്, ഇമേജ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആൽഫബറ്റ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ വരുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പം ഈ പറയുന്ന ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത നമ്മളോട് ചോദിക്കുന്നത് അപ്ലോഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ SC ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റുകൾ അവരെന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം, വാലിഡ് ആയിട്ടുള്ള. അപ്പോൾ SC ST ആണെങ്കിൽ SC ST കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. EWS ആണെങ്കിലും ആ നിശ്ചിതമായുള്ള സർട്ടിഫിക്കറ്റുകൾ അവർ അപ്ലോഡ് ചെയ്യണം. PWD ആണെങ്കിലും എക്സ് സർവീസ്മാൻ ആണെങ്കിലും അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ജനറൽ കാൻഡിഡേറ്റ്സ് ആണ്, നമുക്ക് വേറെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ലെങ്കിൽ അത്തരം കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യേണ്ട, യാതൊരുവിധ സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് കൊടുക്കുക. ഞാൻ ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള കൊടുത്ത് കാണിക്കാം. പിന്നെ നമ്മൾ ഫോട്ടോൻ്റെ കാര്യം പ്രത്യേകം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. മാക്സിമം ഫയൽ സൈസ് നമുക്ക് 40 KB കൂടാൻ പാടില്ല കേട്ടോ. 40 KB കൂടാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മാക്സിമം സൈസ് 40 KB പറ്റുള്ളൂ. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് നമ്മളിവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റെപ്പ് 2 ഔട്ട് ഓഫ്, നിങ്ങൾക്ക് കാണാം 9. അപ്പോൾ ടോട്ടൽ സ്റ്റെപ്പ് നമുക്ക് 9 സ്റ്റെപ്പാണ് വരുന്നത്. അതിൽ ഞാൻ 1ാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ കിടക്കുന്നത് 2ാമത്തെ സ്റ്റെപ്പിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ താഴെ തന്നിരിക്കുന്ന വാട്സപ്പിലേക്കോ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്കുകളും വാട്സപ്പ് നമ്പറും തരാം. ഇനി മുതൽ നമുക്ക് ചാനലിൽ ഒരു വാട്സപ്പ് നമ്പർ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറയുന്ന ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അതിൽ പറയാൻ പറ്റുള്ളൂ. ഈ പറയുന്ന ഡൗട്ടൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റയിൽ എല്ലാവർക്കും മറുപടി നൽകാൻ പറ്റുമെന്നുള്ളത് പോസിബിൾ ആണെന്ന് അറിയില്ല, എന്തായാലും പറ്റുന്നൊക്കെ ഞാൻ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഞാൻ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ പറയുന്ന ഫോം ഫില്ലിങ്ങുമായി മാത്രം കോൺടാക്ട് ചെയ്യട്ടോ. അല്ലാത്തൊരു ദയവായിട്ട് കോൺടാക്ട് ചെയ്യരുത്, വിളിക്കൊന്നും ചെയ്യരുത്, കാരണം നമുക്കത് എടുക്കാൻ പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ഇനി ഇവിടെ നമ്മുടെ അടുത്ത് കൊടുക്കേണ്ട ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കട്ടോ, തെറ്റരുത്. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് മാക്സിമം ശ്രദ്ധിച്ച് കൊടുക്കാം. പിന്നെ പ്ലേസ് ഓഫ് ബർത്ത്, നമ്മൾ ജനിച്ച സ്ഥലം ഉണ്ടാവുമല്ലോ. ഞാനിപ്പോൾ കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റിലാണ് ഞാൻ ജനിച്ചില്ല, കാലിക്കറ്റ് എന്നുള്ള അവിടെ കൊടുക്കാം. ഓക്കെ, ദെൻ അഡ്രസ്സാണ്. അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സാണ്. അഡ്രസ്സ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല, പെർമനൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്രസ്സ് കൊടുക്കാം. പിന്നെ സ്ട്രീറ്റ് ഏതായിരിച്ചാൽ അത് കൊടുക്കാം, പോസ്റ്റൽ ഓഫീസ് ഏതായിരിച്ചാൽ അത് കൊടുക്കാം, സിറ്റി ഏതായിരിച്ചാൽ അത് കൊടുക്കാം, ടൗൺ ഓർ വില്ലേജ് ഏതായിരിച്ചാൽ ഒക്കെ കൊടുക്കാം, ഡിസ്ട്രിക്റ്റ് ഏതായിരിച്ചാൽ അത് കൊടുക്കാം, കാലിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ മലപ്പുറം ഏതായിരിച്ചാൽ അതൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ട്രിവാൻഡ്രം കൊടുക്കാം. ഓക്കെ, ഏതാണ്ട് അതനുസരിച്ച് കൊടുക്കാം. ഇനി സ്റ്റേറ്റ് ഏതാണ്ട് സെലക്ട് ചെയ്യാം, കേരള. ദെൻ പിൻകോഡ് നമ്മൾ ഏതായിരിച്ചാൽ ജസ്റ്റ് അതെന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ വെറുതെ കൊടുക്കുന്ന കേട്ടോ, നിങ്ങളെ കാണിക്കുന്ന ഒരു പർപ്പസ് ടൈം വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ടാണ്. മൊബൈൽ നമ്പർ കൊടുക്കുക നിങ്ങൾ. അതിനുശേഷം നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ, ഞാൻ കാലിക്കറ്റ് ആണെങ്കിൽ ഞാൻ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനാണ് എൻ്റെ നിയറസ്റ്റ്, അപ്പോൾ ഞാനത് കൊടുക്കുക. ഓക്കെ, CLT എന്ന് കൊടുക്കട്ടെ, ഷോർട്ട് ഫോം ആയിട്ട് കൊടുക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം, ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കണം. ഇതിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്ന് വെച്ചാൽ, ബാങ്ക് അക്കൗണ്ട് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതാ ഈ പറയുന്ന ഫീ നമ്മൾ ഇപ്പോൾ എല്ലാവരും ഇനീഷ്യലി നമ്മൾ 750 രൂപ ഫീ അടയ്ക്കണം, പക്ഷെ നമുക്കത് റീഫണ്ട് കിട്ടും. ആ റീഫണ്ട് കിട്ടുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാനിത് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരണ ഉണ്ട്, അതുകൊണ്ടാണ് വീഡിയോ കാണണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്തിനാണ് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നത് എന്നുള്ളത് ചോദിക്കരുത്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. റീഫണ്ട് കിട്ടുന്നതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്, ആ രീതിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ
കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണ ലഭിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്താ വെച്ചാൽ നമ്പർ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാം. ദെൻ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ, നിങ്ങളുടെ ആരുടെ പേരിലാണ് അക്കൗണ്ട് വെച്ചാൽ അവരുടെ പേര് ഇവിടെ കൊടുക്കാം. ബാങ്ക് ഏതാണ്, SBI അല്ലെങ്കിൽ കനറ ബാങ്ക് ഏതാ വെച്ചാൽ അത് കൊടുക്കാം. ബ്രാഞ്ച് നെയിം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെത് നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കൊടുക്കുക കേട്ടോ. ഏത് ബ്രാഞ്ചാണ് വെച്ചാൽ ആ ബ്രാഞ്ച് ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കൊടുക്കുക. അതൊക്കെ നമ്മുടെ പാസ്ബുക്കിൽ ഉണ്ടാവും കേട്ടോ. IFSC കോഡ് ഇത് നിങ്ങളുടെ പാസ്ബുക്കിൽ ഉണ്ടാവും. ഓക്കെ, IFSC കോഡ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ആയിട്ട് അങ്ങനെയായിട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ പാസ്ബുക്കിൽ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ താഴെ ഇവിടെ കാണിക്കും കേട്ടോ. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് അടിച്ച് കാണിക്കാം. ഞാനിവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് അടിക്കണേ. അങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പ് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം സ്റ്റെപ്പ് 3 എത്തിയിട്ടുണ്ട്. ഇനി ടോട്ടൽ 9 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇനി വരുന്നത്. അപ്പോൾ ഇതിൽ ക്വാളിഫയിങ് എക്സാമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 3 ഇയർ ഡിപ്ലോമയാണല്ലോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇവിടെ കാണാം, സെലക്ട് ബ്രാഞ്ച് കൊടുക്കുക, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തതനുസരിച്ച് നിങ്ങൾ ഏതാണോ നിങ്ങൾ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് വരട്ടോടെ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് സെലക്ട് ചെയ്യണം. റിസൾട്ട് സ്റ്റാറ്റസ് ഡിക്ലയർഡ്, നമ്മൾ പാസ്സായി എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ പാസ്സായിട്ടുണ്ടെങ്കിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ടത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് കൊടുക്കുക. അങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം 3 ഇയർ ഡിപ്ലോമയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ 3 ഇയർ ഡിപ്ലോമ സെലക്ട് ചെയ്തില്ല. 3 ഇയർ ഡിപ്ലോമയുമായി ബന്ധപ്പെട്ടാണ്. ബോർഡ് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ കേരള സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ബോർഡിൽ നിന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന നമുക്ക് ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. നമുക്ക് ഓരോ സ്റ്റേറ്റിൻ്റെ അതാണ്. അപ്പോൾ നമുക്ക് കേരള, നിങ്ങൾ എവിടെ പഠിച്ചാൽ അതാണ് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കേരളത്തിൽ പഠിച്ചവരാണെങ്കിൽ കേരള എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ബോർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് സ്പെസിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വേറെ ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൊടുക്കാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ കേരളത്തിൽ പഠിച്ചത് കൊണ്ട് നമ്മൾ കേരള എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ വെറുതെ എക്സാമ്പിൾ കാണിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഏതായാലും അതിനനുസരിച്ചൊക്കെ കൊടുക്കണം. ഓക്കെ, നമ്മൾ കേരള കൊടുക്കാം. ഇനി നമ്മൾ സ്കോർ ഇവിടെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് CGPA ആണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്ഷൻ മാറ്റാം. അവിടെ കണ്ടോ, CGPA കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ CGPA കൊടുത്താലും ടോട്ടൽ മാർക്ക് കൊടുത്താലും ഈ സിസ്റ്റം തന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിന് ഇക്വലൻ്റ് ആയുള്ള ഒരു പെർസെൻറ്റേജ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ CGPA കൊടുക്കാം. ഇപ്പോൾ ഞാൻ CGPA എനിക്ക് വന്നിരിക്കുന്നത് 8.1 ആണെന്ന് വിചാരിക്കാം. ഔട്ട് ഓഫ് 10 പോയിന്റ് സ്കെയിൽ ആണെങ്കിൽ നമ്മൾ 10 പോയിന്റ്സ് അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കട്ടെ എത്ര ആണ് ചോദിച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിന് സിസ്റ്റം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പെർസെൻറ്റേജ് കൺവേർട്ട് ആക്കി മാറ്റിയിട്ടുണ്ട്. പെർസെൻറ്റേജ് ആക്കി ഇവിടെ കൺവേർട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ CG ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ തന്നെ ഔട്ട് ഓഫ് അതിൻ്റെ കണ്ടീഷൻസ് അതിൽ പറയണ്ടാവും. ഔട്ട് ഓഫ് 10 സ്കെയിലാണോ 10 പോയിന്റ് സ്കെയിലാണോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിലെ അധ്യാപകർ അല്ലെങ്കിൽ സ്കൂളിൽ നിങ്ങൾ പഠിച്ച കോളേജിലെ ലെക്ചേഴ്സുമായിട്ട് എന്ത് ചെയ്യുക നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് അവർ പറഞ്ഞുതരും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണ ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്കെയിലാണ് അത് വന്നിരിക്കുന്നതെന്നൊക്കെ അതിൽ തന്നെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും നമ്മുടെ സർട്ടിഫിക്കറ്റിൽ. അതില്ലാത്തവരുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യുക കേട്ടോ. നിങ്ങൾ എത്ര ആണുള്ളത്, ചിലത് പോയിന്റ് ഔട്ട് ഓഫ് മാറാറുണ്ട് കേട്ടോ. 10 പോയിന്റ് സ്കെയിലിന് ആയിക്കോളുന്നില്ല, 9 വരാറുണ്ട്, അങ്ങനെ പലതും വരാറുണ്ട്. അപ്പോൾ അതിന് ഓരോ ബോർഡൊക്കെ അനുസരിച്ച് മാറും അത്. അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുത്താൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തെങ്കിലും കാൽക്കുലേറ്റ് ആവും. അത് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക് ചെയ്യുന്നതാണ്. ഇനിയല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ മാർക്കാണെങ്കിൽ ടോട്ടൽ മാർക്ക് എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 800 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. 8,000 ഇവിടെ ടോട്ടൽ 1000 മാർക്ക് എന്ന് വിചാരിക്കാം. ഞാൻ 1000 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ കാണാം 80%. ഓക്കെ, അങ്ങനെ അത് ഓക്കെ ആകും. അപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, ഏതാ വെച്ചാൽ ഇതിനടുത്ത് ചോദിക്കുന്നത് മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ്സാണ്. നമ്മൾ ഡിപ്ലോമ പാസ്സായ മന്തും ഇയറും അത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. ഓക്കെ, നമ്മളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ, അപ്പോൾ ഫുൾ ടൈം എന്നുള്ളത് കൊടുക്കാം. ദെൻ ക്ലാസ് ഡിവിഷൻ ഒബ്റ്റൈൻഡ് ഫസ്റ്റ് ക്ലാസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു 90% മുകളിൽ അല്ലെങ്കിൽ 80% മുകളിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ എന്നൊക്കെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഒരു 60-65 മുകളിലേക്കൊക്കെയാണ് സാധാരണ ഇതിൽ ഫസ്റ്റ് ക്ലാസ് എന്ന് കൊടുക്കുക. അപ്പം ഫസ്റ്റ് എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് റാങ്ക് ഇൻ ബോർഡ് നമുക്ക് അതിലെന്തെങ്കിലും എന്താണ് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർ തേർഡ് ഒക്കെ ഉണ്ടെങ്കിൽ റാങ്കാണ് ചോദിക്കുന്നത് കേട്ടോ, ക്ലാസ് അല്ല. അപ്പോൾ ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അതർ ദാൻ എന്നുള്ള സെലക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് റാങ്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ അതർ ദാൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള സെലക്ട് ചെയ്താൽ മതി, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. എന്ന് നമ്മൾ എന്ത് ചെയ്യുക അവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അടുത്ത സ്റ്റെപ്പ് 5 വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യണം. 10ാം ക്ലാസ്സിലെ ബോർഡ് ഇപ്പോൾ നമ്മൾ കേരള SSLC ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ് എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ നിങ്ങൾ ടൈപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ,
അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് പോയാൽ മതി. കേരള ബോർഡ് എന്ന് എഴുതിയാൽ പോരാ, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടോ. ഞാൻ വെറുതെ ഫുള്ള് ടൈപ്പ് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ സമയം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ ബ്രേക്ക് എടുത്ത് അത് വോയിസ് കട്ട് ചെയ്ത്, കാരണം നിങ്ങൾക്കത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കേൾക്കുന്നുള്ളവരാണ് കുഴപ്പമില്ല. നമ്മളുടെ വീഡിയോ ഒരുപാട് വരും, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ടൈം അവിടെ പോകണം, അതുകൊണ്ടാണ് കേട്ടോ. ദെൻ മന്ത് നമ്മൾ പാസ്സായ മന്തൊക്കെ നമ്മുടെ സൈഡിൽ ഉണ്ടാവും, അത് നോക്കിയിട്ട് കൊടുക്കുക. നിങ്ങൾ ഇയർ കൊടുക്കാം. ഓക്കെ, 2017 കൊടുക്കുന്നത്. ദെൻ സെലക്ട് പേഴ്സൻറ്റേജ് ചോദിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കൊരു മീഡിയമാണ്, നമുക്ക് ഇപ്പോൾ ആവറേജ് പേഴ്സൻറ്റേജ് ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് 60-ൻ്റെ 70-ൻ്റെ ഇടയിലാണെങ്കിൽ നിങ്ങൾ അത് കൊടുക്കാം. 70-ൻ്റെ 80-ൻ്റെ ഇടയിലാണെങ്കിൽ രണ്ടാമത്തെ കൊടുക്കാം. ഗ്രേറ്റർ ദാൻ 90 ഉണ്ടെങ്കിൽ, ഫുൾ A+ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ 90 കൊടുക്കുക. ഓക്കെ, ബാക്കിയൊക്കെ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ, നമ്മുടെ സൈറ്റിൽ തന്നെ നമ്മളിതാ ഈസി ടൂൾസിലുണ്ട്. ഈസി ടൂൾസ് ഇതാ നമ്മുടെ സൈറ്റിൽ ഈസി ടൂൾസിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാ SSLC പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ എന്നുണ്ട്. SSLC പെർസെൻറ്റേജ് കാൽക്കുലേറ്ററിൽ ഞാൻ അവിടെ ഒരു വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതിൽ ചെറിയൊരു അതത്ര അക്യുറേറ്റ് അല്ല, കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പെർസെൻറ്റേജ് ജസ്റ്റ് എന്താണ് ഈ ഒരു പെർസെൻറ്റേജ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ 6ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തി. 6ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചോദിക്കുന്നത് ഇനി അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങളിവിടെ നോ കൊടുക്കാം. ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി നോ ആണ് കൊടുക്കുന്നത്. അടുത്തത് ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും കോഴ്സൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്ത് നമ്മൾ, അതായത് ഇപ്പം ഓൺ ഗോയിങ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്, നമ്മൾ നോ കൊടുക്കുക. ഏതെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് യെസ് കൊടുക്കുക കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും റെലവൻറ്റ് ഇൻഫർമേഷൻ കൊടുക്കാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് കൊടുക്കുക. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തപ്പോൾ നിങ്ങൾ 8ാമത്തെ സ്റ്റെപ്പാണ്. 8ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പ്രിവ്യൂ ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാം. നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഓക്കെ, എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാം നിങ്ങൾക്ക് ഇവിടെ. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കണം. ഓക്കെ, എന്നാലേ നമ്മുടെ കംപ്ലീറ്റ് ആവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരു സ്റ്റേജും പാടുണ്ട്, പേയ്മെൻറ്റ് ചെയ്യണം. 750 രൂപ എല്ലാവരും ഇനീഷ്യലി അടയ്ക്കണം. അത് റീഫണ്ട് കിട്ടുന്നതാണ്. നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും, നിങ്ങൾക്ക് കാണാം. ഇത് എൻ്റെ രജിസ്ട്രേഷൻ നമ്പറാണ്, 179 കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 179 എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെക്കുക, എവിടെയെങ്കിലും നമ്മുടെ മൊബൈലിലേക്കൊക്കെ വരും, എങ്കിലും നിങ്ങൾ അത് എഴുതി വെക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ രജിസ്ട്രേഷൻ നമ്പർ ആവശ്യം വരും കേട്ടോ, അത് നിങ്ങൾ എഴുതി വെക്കണം, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്ത് നമ്മളോട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ബട്ടനാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ഇപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് ചെയ്യണമെങ്കിൽ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ മേക്ക് പേയ്മെൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ ആ പേയ്മെൻറ്റിൻ്റെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ കാണാം. നിങ്ങൾക്ക് എല്ലാം വായിച്ചുറപ്പിച്ചു ഓക്കെ കൊടുക്കാം. പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഭാരത് ക്യാഷ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെസിപ്റ്റ്സ് പോർട്ടൽ എന്ന് പറഞ്ഞതിലേക്കാണ് കേട്ടോ പോയത്. ജസ്റ്റ് നോക്കട്ടെ അതിൽ എങ്ങനെയാണ്. യെസ്, അത് മുകളിലൊന്നും ഉണ്ടാവില്ല കേട്ടോ, മുകളിൽ ഇവിടെ ബ്ലാങ്ക് ആയി എടുക്കും. അപ്പോൾ വന്നിട്ടില്ല വിചാരിക്കരുത്, താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരണേ. ഇതാ കൺഫേം ഇൻഫോ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ. നമ്മുടെ കൊടുത്ത ഇതിപ്പോൾ ഞാൻ വെറുതെ ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഡീറ്റെയിൽസ് കൂടെ കാണിക്കും, വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏതാണ് മിനിസ്ട്രി, ഏതാണ് സ്പേസ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഹെഡ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. 750 രൂപ. കൺഫേം എന്നുള്ള ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യട്ടെ. അതെല്ലാം ഇവിടെ ഈ ഒരു പേജ് ബ്ലാങ്ക് ആണ് കേട്ടോ. ഇത് നമ്മൾ അവിടെ ഉണ്ട് വിചാരിച്ചിരിക്കരുത്, താഴോട്ട് സ്ക്രോൾ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡെബിറ്റ് കാർഡ്, ഏത് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ഇതിൽ ഫീ അടയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് UPI വെച്ചിട്ടാണെങ്കിലും ഫീ അടയ്ക്കാം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ജസ്റ്റ് ടിക്ക് ചെയ്യണം മുകളിലുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഞാൻ ആക്സിസ് ആണ് എടുക്കുന്നത്. ആക്സിസ് എടുത്തിട്ട് അതിൻ്റെ UPI എന്നുള്ളതാണ് കൊടുക്കുന്നത് കേട്ടോ. ആക്സിസിൽ തന്നെ നമുക്ക് UPI വേണമെന്നൊന്നുമില്ല, ഏത് ബാങ്കിനും പറ്റുമ്പോൾ നമുക്ക് ആക്സിസ് അല്ലെങ്കിൽ ICICI ഏതെങ്കിലുമൊക്കെ എടുക്കാൻ, എന്നിട്ട് UPI എന്ന് കൊടുക്കാം. എന്നിട്ട് ആ UPI കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന ഓക്കെ ആക്സിസിൽ നമുക്ക് UPI കാണുന്നില്ല കേട്ടോ, നോട്ട് ഫൗണ്ട് ആണ്. നമ്മൾ ICICI കൊടുത്തോട്ടെ. ICICIയിലും UPI കാണുന്നില്ല. SBI നോക്കട്ടെ, ജസ്റ്റ് കൊടക് കൊടുത്തോട്ടെ. കൊടകിൽ UPI കാണുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, കൊടക് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ UPI ഈ ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾ ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഞാൻ ചെയ്ത് കാണിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് നമ്മൾ റീഡ് ചെയ്തെന്നുള്ള കാര്യം പേ എന്നുള്ള കൊടുക്കുക. പേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ നമുക്ക് നമ്മുടെ UPI ID ഉണ്ടാവുമല്ലോ, നമ്മുടെ ഫോൺ പേ അല്ലെങ്കിൽ
ഗൂഗിൾ പേയിൽ നിങ്ങളെ UPI ID ഉണ്ടാവും. ആ UPI ID ഇവിടെ അടിച്ചു കൊടുക്കുക, എന്നിട്ട് വെരിഫൈ കൊടുക്കുക. അങ്ങനെ നേരെ നമ്മുടെ ഗൂഗിൾ പേ ആണെങ്കിൽ ഫോൺ പേ ആണെങ്കിൽ അതിൽ എമൗണ്ട് കാണിക്കും. നിങ്ങളിത് ബാക്ക് ബട്ടൺ ഒന്നും അടിക്കരുത്. ഓക്കെ, ഇവിടെ ടൈം കാണിക്കും, അപ്പോൾ കൗണ്ട് ഡൗൺ ഒക്കെ ഇവിടെ കാണിക്കും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് പേ ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് സക്സസ് ആവും എന്നുള്ളതാണ്. റെസിപ്റ്റ് നമ്പർ കൂടെ കാണിക്കും. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അത് സബ്മിറ്റ് ആവും എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ അത് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളൊരു ഡെമോ അക്കൗണ്ടാണ്. ഇനി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, വീണ്ടും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൈറ്റിൽ തന്നെ അപ്ലൈ ആവുന്നുള്ള ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് വീണ്ടും ആ പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ആ പേജിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അവിടെ ജസ്റ്റ് ഓപ്പൺ ആക്കുക നിങ്ങൾ. അപ്പോൾ ലോഗിൻ ഡീറ്റെയിൽസ് ആണ്. ലോഗിൻ ഡീറ്റെയിൽസ് ഏത് പോസ്റ്റിന് അപ്ലൈ ചെയ്ത മെക്കാനിക്കലാണല്ലോ ഞാൻ കൊടുത്തത്. അപ്പോൾ എൻ്റെ റെസിപ്റ്റ് നമ്പർ ഉണ്ട്, രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇത് കൊടുത്ത് എന്ത് ചെയ്യുകയാണ്, നമുക്ക് ഈ പറയുന്ന പേയ്മെൻറ്റിലേക്ക് പോകാവുന്നതാണ് നേരെ. ഓക്കെ, നമുക്ക് ആ സമയത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ ക്ലിക്ക് ഹിയർ ടു വ്യൂ യുവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ലിങ്കും ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലോഗിൻ ചെയ്തിട്ട് ഏതാ പോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഞാനിവിടെ പോസ്റ്റ് സെലക്ട് ചെയ്തു. ഞാനിതിൽ നമ്മുടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് നമുക്ക് വ്യൂ ചെയ്യാനുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. രജിസ്റ്റർ നമ്പർ എടുക്കാം, 129 എന്നാണ് എൻ്റെ തോന്നുന്നത്. നമ്മുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഓക്കെ, നമ്മൾ മറന്നു പോയാലും നമ്മുടെ മെയിലുണ്ടാവും, എങ്കിലും അത് നോട്ട് ചെയ്ത് വെക്കണം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് എനിക്ക് ഓർമ്മയില്ല, ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ, കാരണം ഇങ്ങനെയുള്ള പർപ്പസിനായതുകൊണ്ട് ഏകദേശം ഒരു ധാരണ വെച്ച് കൊടുക്കുകയാണ്. ക്യാപ്ച കോഡ് അടിക്കുക, ലോഗിൻ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങൾ പ്രത്യേകം ആ രീതിയിൽ ചെയ്യുക കേട്ടോ. പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ പ്രിൻ്റ് എടുക്കാൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ എടുത്ത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ ലോഗൗട്ട് എന്നുള്ള ബട്ടൺ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്, നമ്മളത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഞാൻ പറഞ്ഞു ISRO LPSC PYQ ഇവിടെയാണ് കേട്ടോ. ഇതിലുള്ളത് നമ്മുടെ ISROയുടെ മറ്റു യൂണിറ്റിലുള്ളതാണ്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽസ് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിലും എന്ത് ചെയ്യുന്നത്, കുറേ അടിയിൽ ISROയുടെ വീതമുണ്ട്. അത് വീത യൂണിറ്റിലാണ്. ഇപ്പോൾ LPSCൻ്റെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിക്ക് ചെയ്യുന്ന കൊടുത്താൽ മതി. അപ്പോൾ ഇത് മാക്സിമം കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.